ഞാൻ ഈ പറയാൻ പോകുന്ന സബ്ജക്റ്റ് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. എസ്പെഷ്യലി കൗമാരപ്രായക്കാരായ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന സബ്ജക്റ്റ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കിട്ടുന്ന ചില ഫോൺ കോൾസ്, അതുപോലെ തന്നെ കൗൺസിലിങ്ങിന് വരുന്ന ചില വ്യക്തികൾക്ക്, ഫാമിലീസ്, അവരനുഭവിക്കുന്ന വ്യഥകൾ, എസ്പെഷ്യലി വൃദ്ധരായിട്ടുള്ള പാരൻസ് കൗൺസിലിങ്ങിന് വരുമ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞ മക്കളെക്കുറിച്ചൊക്കെ അവർ പറയുന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ വളരെ ഏറെ വേദന തോന്നാറുണ്ട്. സോ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം മനസ്സിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൗമാരപ്രായക്കാരനായ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, കല്യാണം എന്ന് പറയുന്നത് ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കേണ്ടുന്ന ഒരു വലിയൊരു കവനൻ്റാണ്. നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് തോന്നുമ്പോൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല മാരേജ് എന്ന് പറയുന്നത്. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബോണ്ടിങ്ങിനകത്ത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ടുന്ന ഒരു പവിത്രമായ ബന്ധമാണ്. സോ അതുകൊണ്ട് യങ്സ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് വരേണ്ട വ്യക്തി ആരായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണല്ലോ. അപ്പനും അമ്മയും അത് സെലക്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത്രത്തോളം അത് സ്യൂട്ടബിൾ ആകത്തില്ല. സോ പണ്ട് കാലത്തൊക്കെ അതിന് കുറച്ച് നിലനിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ കാലത്ത് ആനുകാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലൈഫ് പാർട്ണർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആയിരിക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രപഞ്ചത്തിനകത്ത് ദൈവം വച്ചിരിക്കുന്ന ഒരു റൂളാണ്. നിങ്ങളുടെ മനസ്സിന് അനുയോജ്യമായ ഒരു വ്യക്തി ആരാകണമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. ഏത് ക്യാരക്ടറുള്ള ഒരു ലൈഫ് പാർട്ട്ണറാണ് എനിക്ക് വേണ്ടത്? അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. പെൺകുട്ടികളാണെങ്കിൽ എനിക്ക് വരാൻ പോകുന്ന ആൺകുട്ടി എങ്ങനെയായിരിക്കണം? നിങ്ങളൊരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കണം? സോ ഒരു ലൈഫ് പാർട്ട്ണറെ കുറിച്ചുള്ള ഇമാജിനേഷൻ നിങ്ങൾ വളരെ വ്യക്തതയോടുകൂടെ ഡിഫൈൻ ചെയ്യണം. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ഫിസിക് നേച്ചർ എങ്ങനെയാണ് എന്നുള്ളതും ഡിഫൈൻ ചെയ്യണം. കണ്ണെങ്ങനെ ഇരിക്കണം, മൂക്ക് എങ്ങനെ ഇരിക്കണം, ഹെയർ സ്റ്റൈൽ എങ്ങനെ ഇരിക്കണം, കളർ ടോൺ എന്തായിരിക്കണം, ഹൈറ്റ് എത്ര വേണം, വണ്ണം എത്ര വേണം. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യുക. ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എങ്ങനെയായിരിക്കണം, സ്വഭാവം എങ്ങനെയായിരിക്കണം, ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം. സോ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തതയോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കൺഫർമേഷനായിട്ട് പ്രാർത്ഥിക്കുക, പ്രൊക്ലെയിം ചെയ്യുക. സോ എൻ്റെ ലൈഫ് പാർട്ണർ ഇങ്ങനെയായിരിക്കും, എൻ്റെ ലൈഫ് പാർട്ണർ ഇങ്ങനെയുള്ള സവിശേഷതകളുണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഔട്ട്ലുക്ക് ഇങ്ങനെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇങ്ങനെയായിരിക്കും. ഈ എഴുതി വച്ചിരിക്കുന്ന കാര്യത്തെ നിങ്ങൾ ഈച്ച് ആൻഡ് എവറി ഡേ നിങ്ങളൊരു കൺഫെഷനായിട്ട്, ഒരു പ്രൊക്ലമേഷനായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. സോ അങ്ങനെ നിങ്ങൾ പ്രൊക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം, 2 വർഷം, 3 വർഷം ഈ കാര്യത്തെ ആവർത്തിച്ച് നിങ്ങൾക്ക് പ്രൊക്ലെയിം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടി ഈ യൂണിവേഴ്സ് സജ്ജമാക്കി നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തിത്തരും. ഇതൊരു പ്രകൃതി നിയമമാണ്. ഏത് വേദങ്ങളെടുത്താലും ഈ നിയമത്തെ സാധൂകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം ആ കാര്യത്തെ നിങ്ങൾ ആവർത്തിച്ച് പ്രൊക്ലെയിം ചെയ്യുക. അത് നിങ്ങളെ തേടിയെത്തും. അങ്ങനെ ഒരു പാർട്ട്ണറാണ് നിങ്ങളുടെ ലൈഫിനകത്തേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷകരമാകും, സമാധാനപരമാകും, നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ് നിങ്ങൾക്കുണ്ടാകും. അതല്ല, ആരെങ്കിലുമാണ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടം തോന്നുന്ന ഒരു ക്രഷ് തോന്നി വരുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അപ്പനോ അമ്മയോ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ബന്ധുക്കൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മേ ബി കുറച്ച് വർഷങ്ങൾ ലൈഫ് നന്നായിട്ട് പോയേക്കാം. അത് കഴിയുമ്പോൾ ലൈഫ് ട്രാജഡിയിലേക്ക് പോകാം. ഇന്ന് കാണുന്ന ആനുകാലിക സംഭവങ്ങളെല്ലാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും മോർ ദാൻ 80% കല്യാണങ്ങളും അല്ലെങ്കിൽ മാരേജ് ലൈഫും കയോസിനകത്താണ്, പ്രശ്നത്തിനകത്താണ്, ഡിവോഴ്സിനകത്തേക്ക് പോകുന്ന ബന്ധങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എക്സസൈസ് ഈസ് 100% ജെനുവിൻ ആൻഡ് റിസൾട്ട് ഓറിയൻറ്റഡ്. ഇതാണ് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. സോ സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇറ്റ്.
നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫാമിലി ലൈഫ് അടിപൊളിയാകട്ടെ.